ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സ്കാറ്ററിങ്ങിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. കളേഴ്സ് ഓഫ് റൈസിങ് ആൻഡ് സെറ്റിംഗ് സൺ. രാവിലെയും വൈകിട്ടും സണ്ണും നമ്മുടെ ആകാശവും നമ്മൾ എർത്തുനിന്ന് നോക്കുമ്പോൾ ചുവപ്പായിട്ട് അല്ലെങ്കിൽ ഓറഞ്ച് കലർന്ന, മഞ്ഞയും ഓറഞ്ചും കലർന്ന ഒരു ചുവപ്പ് കളറിൽ നമ്മൾ കാണാറുണ്ട്. അതിന്റെ റീസൺ എന്താണെന്നാണ് പറയുന്നത്. അപ്പൊ ഉച്ച സമയത്ത് നമ്മുടെ സണ്ണും ഭൂമിയും തമ്മിലുള്ള അകലം വളരെ കുറവാണ്. അതാണ് കാണിച്ചേക്കുന്നത്. അകലം ഉച്ച സമയത്ത് കുറവും ഈവനിങ്ങിലും മോർണിംഗിലും എർത്തിന്റെ അറ്റ്മോസ്ഫിയറും സണ്ണും തമ്മിലുള്ള അകലം കൂടുതലുമാണ്. അപ്പൊ ഈ അകലം കൂടുതലും കുറവും തമ്മിൽ എന്താ ബന്ധമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉച്ചയ്ക്ക് കുറച്ച് ദൂരം സഞ്ചരിച്ചാൽ മതി സൺലൈറ്റിന് എർത്തിലെത്താൻ. അപ്പൊ അത്രയും സ്കാറ്ററിങ് കുറവായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ കൂടുതൽ ദൂരം വരുമ്പോൾ കൂടുതൽ പാർട്ടിക്കിൾസുമായിട്ട് മിങ്കിൾ ചെയ്യേണ്ടി വരും. അപ്പൊ കൂടുതൽ കളേഴ്സ് നഷ്ടപ്പെടും. അപ്പൊ കുറച്ചേ ഉള്ളെങ്കിൽ പെട്ടെന്ന് ഞെത്തും. മനസ്സിലായോ? പക്ഷെ ഈവനിങ്ങിലും മോർണിംഗിലും അങ്ങനെയല്ല, ദൂരം കൂടുതലാണ്. സോ സൺലൈറ്റ് കൂടുതൽ ദൂരം ട്രാവൽ ചെയ്താണ് നമ്മളെ എർത്ത് അറ്റ്മോസ്ഫിയറിൽ നിന്ന് നമ്മുടെ കണ്ണുകളിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്തുനിന്ന് വരുന്ന ലൈറ്റ് റേസിന് കൂടുതൽ സ്കാറ്ററിങ് സംഭവിക്കും. ഇങ്ങനെ ചിന്നിച്ചിതറി വിസരണം സംഭവിച്ച് കൂടുതൽ കളേഴ്സും എന്ത് ചെയ്ത് പോകും? സ്കാറ്റർ ചെയ്ത് പോകും. സോ ലാസ്റ്റ് അറ്റ്മോസ്ഫിയറിൽ എത്തുന്ന ഈ കളേഴ്സ് നമ്മുടെ ദൃഷ്ടിയിൽ വരുന്ന ഈ ഒരു കളർ എന്ന് പറയുന്നത് ഏതായിരിക്കും? അധികം സ്കാറ്ററിങ് നടക്കാത്ത കളറായിരിക്കും. അധികം സ്കാറ്ററിങ് നടത്താത്ത കളർ ഏതാ? യെല്ലോ, ഓറഞ്ച്, റെഡ്. മെയിനായിട്ട് റെഡ് എന്തായാലും വരും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് മോർണിംഗിലും ഈവനിങ്ങിലും ഈ സ്കാറ്ററിങ് നടക്കാത്ത കളറായ റെഡ് മെയിനായിട്ട് നമ്മുടെ സ്കൈക്ക് അല്ലെങ്കിൽ സണ്ണിന് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പൊ അതാണ് അവിടുത്തെ മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ദൂരമാണ്. എർത്തിന്റെ അറ്റ്മോസ്ഫിയർ മോർണിംഗിലും ഈവനിങ്ങിലും എർത്തിന്റെ അറ്റ്മോസ്ഫിയറും സണ്ണും തമ്മിലുള്ള ദൂരം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യേണ്ടി വരും ആ ലൈറ്റിന്, സണ്ണിൽ നിന്ന് വരുന്ന ലൈറ്റിന്. സോ ഈ സണ്ണിൽ നിന്ന് വരുന്ന ലൈറ്റ് സ്കാറ്ററിങ്ങിന്റെ പോസിബിലിറ്റി കൂടും, സ്കാറ്ററിങ് കൂടുതൽ നടക്കും. സോ ഇനി എത്തുമ്പോൾ എന്ത് മാത്രമേ കാണൂ? ഏത് കളർ മാത്രമേ അത് കാണൂ? റെഡ് കളർ മാത്രമേ കാണൂ. സ്കൈയിൽ ചിലപ്പോൾ ഈ മഞ്ഞ ഓറഞ്ച് ഒക്കെ കാണും. അതിന്റെ ഒരു മിക്സ് കൂടെ ഒക്കെ വരാം. കേട്ടോ? അതിന് സ്കാറ്ററിങ് റേറ്റ് കുറവാണ്. എന്നാലും ഉറപ്പായിട്ട് വരുന്ന ഏതാണ്? റെഡ് ആണ്. സോ ഈ ഒരു പോയിന്റ് ആണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ആ ഒരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ആ ഒരു പോയിന്റുകൾ ഫുള്ളായിട്ട് നോട്ടിൽ മെൻഷൻ ചെയ്യുക. അതിന്റെ ക്വസ്റ്റ്യൻ അതാണ്. മോളിൽ തന്നെ അവിടെ പോകുന്നുണ്ട്. ദ വെസ്റ്റേൺ ഹൊറൈസൺ റിമെയിൻസ് റെഡിഷ് ഫോർ സമ്മൺ ഈവൻ ആഫ്റ്റർ സൺസെറ്റ് വൈ. നോക്ക്, അതിന്റെ താഴെ എഴുതണം. ഡ്യൂറിങ് സൺസെറ്റ് ആൻഡ് സൺറൈസ് ലൈറ്റ് റീച്ചിങ് us from horizon has to travel a long distance through atmosphere. കൂടുതൽ ദൂരം സഞ്ചരിക്കണം. During this long journey, colors of shorter wavelength would be almost fully lost due to scattering. എല്ലാം പല വഴിക്ക് പോയി വഴിതെറ്റി സ്കാറ്ററിങ് കാരണം ഈ ഷോർട്ടർ വേവ് ലെങ്ത്, വയലറ്റ് ഇൻഡിഗോ പോലുള്ള ഷോർട്ടർ വേവ് ലെങ്തിലുള്ള എല്ലാം എന്ത് ചെയ്ത് പോവും? സ്കാറ്റർ ചെയ്ത് പോവും. കൂടുതൽ ദൂരമുള്ളതുകൊണ്ട് മിക്കവാറും യെല്ലോ വരെയും പോവും. അപ്പൊ അതിൽ ലെസ് എമൗണ്ട് സ്കാറ്ററിങ് നടക്കുന്ന ആളാരാ? അത് റെഡ് ലൈറ്റ് ആണ്. റെഡ് ലൈറ്റ് മാത്രം അവിടെ കാണും. മനസ്സിലായോ? അതുകൊണ്ടാണ് സണ്ണ് ആ സമയത്ത് എന്തായിട്ട് നമ്മൾ കാണുന്ന? റെഡ് ആയിട്ട് നമ്മൾ കാണും. ഓക്കെ, അതാണ് അതിന്റെ ക്വസ്റ്റ്യൻ. സോ വൈ എന്താണ് മെയിൻ ക്വസ്റ്റ്യൻ? അതിന്റെ സണ്ണ് എന്തായിട്ട് കാണുന്നു? റെഡ് ആയിട്ട് കാണുന്നു. എപ്പോഴും സൺസെറ്റ് ടൈമിലും സൺറൈസ് ടൈമിലും. അത് വൈ, അതെന്തുകൊണ്ടാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, സൺസെറ്റ് ആയിക്കഴിഞ്ഞാൽ സണ്ണിൽ നിന്നുള്ള ലൈറ്റ് റേസ് അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് അത് സൺസെറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറച്ച് സമയത്തേക്ക് കൂടെ നമ്മൾ ആ കളർ ആകാശത്തിൽ കാണണം. കേട്ടോ? സൺ അവിടെ ഉണ്ട്, നമുക്ക് കാണാൻ പറ്റാത്തതാണ്. സണ്ണിൽ നിന്നുള്ള ലൈറ്റ് റേസ് വരുന്ന അതിനൊരു ടൈം ഉണ്ട്, ടൈം എടുക്കും. ഓക്കെ, അത്രേ ഉള്ളൂ ആ ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് സ്കാറ്ററിംഗ് ആയിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. ഓക്കെ, സൺലൈറ്റിന്റെ സ്കാറ്ററിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണിത്.
അപ്പോൾ ഏത് കളറിനാണ് കൂടുതൽ സ്കാറ്ററിങ് നടക്കുന്നത്? വയലറ്റ്. ഏറ്റവും കുറവ് സ്കാറ്ററിങ് നടക്കുന്ന കളർ ഏതാണ്? റെഡ്. അതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അത് നന്നായിട്ട് നോക്കുക. അത് വെച്ചിട്ട് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. ഉദാഹരണത്തിന് ഇപ്പോൾ ട്രാഫിക് സിഗ്നലിലോ അല്ലെങ്കിൽ നമ്മുടെ ഡേഞ്ചറിനെയൊക്കെ സൂചിപ്പിക്കാൻ കൂടുതലും റെഡ് കളർ ഉപയോഗിക്കുന്നതിന്റെ കാരണം ഇതാണ്. എന്താണ്? ദൂരെന്നേ കാണാൻ പറ്റും റെഡ് കളർ. കാര്യം ലൈറ്റ് റേ, റെഡ് ലൈറ്റ് ആയിട്ടുള്ള ആ റേ എന്ന് പറയുന്നത് എന്ത് ചെയ്യത്തില്ല, പെട്ടെന്ന് നശിച്ചു പോകത്തില്ല. അല്ലെങ്കിൽ നശിച്ചു പോകുന്നതല്ല, ആക്ച്വലി വഴിതെറ്റി പോകില്ല, അല്ലെങ്കിൽ സ്കാറ്റർ ചെയ്ത് പോകില്ല. വേറെ ഡയറക്ഷനിലോട്ട് മാറി മാറി പോകാനുള്ള ചാൻസ് കുറവാണ്. ഏത് ലൈറ്റിന്? റെഡ് ലൈറ്റിന്. അതേസമയം വയലറ്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ സ്പീഡിന് ദൂരെ നിന്ന് വരുന്ന ഒരാൾക്ക് അവിടെ സ്റ്റോപ്പ് വയലറ്റ് കളറിലാണ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ദൂരെ നിന്ന് വരുമ്പോൾ അറിയാകൂല, ഏറ്റവും അടുത്തെത്തുമ്പോഴേ അറിയാൻ പറ്റും. സോ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാനും പറ്റത്തില്ല, അത് ആക്സിഡന്റിനൊക്കെ കാരണമാവും. അതുകൊണ്ടാണ് സിഗ്നൽ ലൈറ്റ് ഒക്കെ അല്ലെങ്കിൽ ടെയിൽ ലാമ്പൊക്കെ ബാക്കിൽ വെച്ചേക്കുന്ന ലാമ്പ് ഇല്ലേ, ബ്രേക്ക് ചെയ്യുമ്പോൾ അറിയാൻ വേണ്ടി നമ്മൾ കത്തിക്കുന്ന കാറിലൊക്കെ ബാക്കിലുള്ള ലാമ്പാണ് ടെയിൽ ലാമ്പ്. അപ്പൊ ആ ടെയിൽ ലാമ്പൊക്കെ ഏത് കളറാണ് വെച്ചേക്കുന്നത്? ചുവപ്പാണ്. ഓക്കെ, അപ്പൊ ഈ ചുവപ്പ് കളറിന്റെ പ്രാധാന്യം അതാണ്. ദൂരെ നിന്ന് വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റും. ചുവപ്പ് കളർ കുറച്ചുകൂടെ ദൂരം ട്രാവൽ ചെയ്യാൻ, സ്കാറ്ററിംഗ് ഒന്നും ഇല്ല, ട്രാവൽ ചെയ്യാൻ പറ്റുന്ന കളറാണ് ഏത്? ചുവപ്പ്. ഓക്കെ, അപ്പൊ അതാണ് അതിൽ മെയിൻ ആയിട്ട് വരുന്നത്. ഇനി അതിലൊരു ചെറിയ പോർഷൻ കൂടെ പഠിക്കാവുള്ളൂ. അതാണ് ടിൻഡൽ എഫക്റ്റ്. എന്താണ് ടിൻഡൽ എഫക്റ്റ്? അപ്പൊ ഇതിന് ആകെ നിങ്ങൾക്ക് ഇതിന്റെ ഡെഫിനിഷൻ മാത്രമേ ഉള്ളൂ, ജസ്റ്റ് അതൊന്ന് പഠിച്ചിരുന്നാൽ മതി. ടിൻഡൽ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ സ്കാറ്ററിംഗ് കാരണം ഉണ്ടാകുന്ന അതിന്റെ കൂടെ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ്. അത് ഒരു കൊളോയിഡൽ ഫ്ലൂയിഡ്. നമ്മൾ നേരത്തെ ഒരു കൊളോയിഡൽ ഫ്ലൂയിഡിനെ പറ്റിയാണ് പറഞ്ഞത്. ആക്ച്വലി നേരത്തെ നമ്മൾ HCl സോഡിയം തയോസൾഫേറ്റ് ഒക്കെ കലക്കില്ലേ, അത് ആക്ച്വലി ഒരു കൊളോയിഡ് ടൈപ്പ് സസ്പെൻഷൻ ആണ്. കൊളോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു അവസ്ഥയിലുള്ള ഒരു വസ്തുവിന്റെ കൂടെ വേറൊരു അവസ്ഥയും കൂടെ ചേരുന്നതാണ് കൊളോയിഡ്. ഖരാവസ്ഥ അഥവാ സോളിഡിൽ നമ്മൾ ലിക്വിഡ് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ, അപ്പൊ ജെൽ എന്നൊക്കെ പറയുന്നത് അതേപോലത്തെയാണ്. സോളിഡ് ലിക്വിഡിന്റെ ഒക്കെ ഒരു സസ്പെൻഷൻ ആണ്. അപ്പൊ അങ്ങനെയുള്ള സാധനത്തിന് നമ്മൾ പറയുന്നതാണ് കൊളോയിഡ്. മലയാളത്തിലും കൊളോയിഡ് എന്ന് തന്നെ പറയുന്നത്. കൊളോയിഡ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ സസ്പെൻഷൻ, കഞ്ഞിവെള്ളം എന്നൊക്കെ പറയുന്ന കൊളോയിഡ് ആണ്. ഓക്കെ, അപ്പൊ പൂർണ്ണമായിട്ടൊന്നും അതിനകത്ത് ആ ഒരു മെറ്റീരിയൽ ലയിച്ച് കാണത്തില്ല. അപ്പൊ കുറെ കഴിയുമ്പോൾ അത് എന്ത് ചെയ്യാം, അടിഞ്ഞിരിക്കാം. മനസ്സിലായില്ലേ? അപ്പൊ ലിക്വിഡിലാണ് അതിലവിടെ സോളിഡ് ഡിസ്പേഴ്സ് ചെയ്തിരിക്കുന്ന കഞ്ഞിവെള്ളം എന്നൊക്കെ പറയുന്നത്. പേസ്റ്റ് അതൊക്കെ കൊളോയിഡ് ആണ്. മനസ്സിലായില്ലേ? കംപ്ലീറ്റ് ആയിട്ട് സൊല്യൂഷൻ എന്നൊക്കെ പറയണമെങ്കിൽ നമ്മളിപ്പോ ഉപ്പുവെള്ളം പഞ്ചസാര വെള്ളമൊക്കെ സൊല്യൂഷനാണ്, കൊളോയിഡ് അല്ല. അപ്പൊ കൊളോയിഡ് എന്ന് പറയുമ്പോൾ ഇപ്പൊ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കൊളോയിഡ് എന്ന് വേണമെങ്കിൽ പറയാം. വാതകാവസ്ഥയിൽ പല പല പൊടികളൊക്കെ ഖരപദാർത്ഥങ്ങളാണ്, അതൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് അതൊരു കൊളോയിഡാണ്. ഇപ്പൊ സ്നോ, മഞ്ഞ് കാലത്തൊക്കെ നമ്മള് പരസ്പരം കാണാൻ പറ്റൂല. അപ്പൊ അവിടെ വാട്ടറിന്റെ വേപ്പർ കണ്ടന്റ് ആണ് ആ ഒരു ദ്രാവകം അവസ്ഥയിലുള്ള വാട്ടർ നമ്മുടെ ഈ ഒരു വാതകാവസ്ഥയിലുള്ള അന്തരീക്ഷമായിട്ട് ചേർന്നിരിക്കുകയാണ്. അതൊരു കൊളോയിഡൽ സിറ്റുവേഷൻ ആണ്. സ്നോ, നമ്മുടെ മഞ്ഞ് കാലത്തൊക്കെ ഡിസംബർ ഒക്കെ ടൈമിൽ, ഓക്കെ, അതൊക്കെ കൊളോയിഡാണ്. അപ്പൊ അങ്ങനെയുള്ള കൊളോയിഡൽ ആയിട്ടുള്ള ഒരു സസ്പെൻഷനിൽ, അങ്ങനെയുള്ള സ്ഥലത്ത് ലൈറ്റ് കടന്നു പോകുമ്പോൾ അവിടെ സ്കാറ്ററിങ് സംഭവിക്കുകയും നമുക്ക് ഈ ലൈറ്റിന്റെ പാത്ത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുകയും ചെയ്യും. നിങ്ങൾ നിത്യ ജീവിതത്തിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ലൈറ്റിന്റെ പാത സാധാരണ രീതിയിൽ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുമോ? പ്രകാശം കറക്റ്റ് ഒരു സ്ഥലത്ത് വന്ന് വീണ് തിരിച്ച് പോകുന്നതൊക്കെ നമുക്ക് അറിയാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഒരു കൊളോയിഡൽ സസ്പെൻഷനിലാണെങ്കിൽ അല്ലെങ്കിൽ കൊളോയിഡൽ ഫ്ലൂയിഡിലാണെങ്കിൽ അതിനകത്ത് ഈ പാത്ത് നമുക്ക് കാണാൻ പറ്റും. ഇത് വനങ്ങളിലൊക്കെ അല്ലെങ്കിൽ മരങ്ങൾ ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ രാവിലെ ഉള്ള ഒരു വ്യൂ ആണിത്. കണ്ടോ, ലൈറ്റ് വന്ന് വീഴുമ്പോൾ ലൈറ്റ് ഇങ്ങനെ പോകുന്നു നമുക്ക് കറക്റ്റ് അറിയാനായിട്ട് പറ്റും. പണ്ടൊക്കെ ഈ ഓലമടഞ്ഞ വീടുകളിലൊക്കെ ആണെങ്കിൽ കറക്റ്റ് ഈ ചെറിയ ഹോളൊക്കെ ഉണ്ടെങ്കിൽ അതിലൂടെ ഇങ്ങനെ പ്രകാശം വരുന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് അതിന്റെ പാത്ത് കാണാൻ പറ്റും. അതിനകത്തൂടെ ഇങ്ങനെ പൊടികളൊക്കെ ഇങ്ങനെ പോകുന്നതൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ അതിനൊക്കെ പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിൽ ആ ഒരു പ്രതിഭാസത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടിൻഡൽ എഫക്റ്റ്. എന്താണ് ടിൻഡൽ എഫക്റ്റ് എന്ന് ചോദിച്ചാൽ എന്താണ്? പാത്ത് ഓഫ് ലൈറ്റ് കാണാത്ത വിധത്തിൽ നമുക്ക് പാർട്ടിക്കിൾസ് എല്ലാം കുറച്ച് ഇലൂമിനേറ്റഡ് ആയിട്ട് നിൽക്കും, കുറച്ച് തിളങ്ങി നിൽക്കും. അപ്പൊ നമുക്ക് ആ പാർട്ടിക്കിൾ കാണാൻ പറ്റും, ആ പാത്ത് ഓഫ് ലൈറ്റും കാണാൻ പറ്റും. അപ്പൊ ആ ഒരു ഫിനോമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടിൻഡൽ എഫക്റ്റ്. The intensity of scattering depends on the size of particle of colloid.
സ്കാറ്ററിങ് എന്ത് ചെയ്യും? നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ്, പാർട്ടിക്കിളിന്റെ സൈസ് അനുസരിച്ചിരിക്കും. പാർട്ടിക്കിളിന്റെ സൈസ് കൂടുകയാണെങ്കിൽ സ്കാറ്ററിങ്ങിന്റെ അളവ് കൂടും. ഓക്കെ, അപ്പൊ ഇത് കൂടുതൽ ഇത് മിസ്റ്റി ആയിട്ടുള്ള മോർണിംഗ് ആണ് കാണിച്ചിരിക്കുന്നത്. മിസ്റ്റി എന്ന് പറഞ്ഞാൽ മഞ്ഞ് നിറഞ്ഞ ഒരു പ്രഭാതം. അതൊരു കൊളോയിഡ് ആണ്. മഞ്ഞ് നിറഞ്ഞ അന്തരീക്ഷം എന്ന് പറഞ്ഞ ഒരു കൊളോയിഡ് ആണ്. അതിൽ കൂടെ ലൈറ്റ് പോകുമ്പോൾ അതിനകത്തുള്ള പാർട്ടിക്കിളൊക്കെ കാണാൻ പറ്റും. ലൈറ്റിന്റെ പാതയും കറക്റ്റ് അറിയാൻ പറ്റും. അപ്പൊ ആ ഒരു പ്രതിഭാസനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആ തിളക്കമൊക്കെ ആലോചിച്ചാൽ മതി. ടിൻഡൽ എഫക്റ്റ്. ഓക്കെ, പാർട്ടിക്കിൾസ് തിളങ്ങി കാണും ആ സമയത്ത്. ഓക്കെ, ഇതും സ്കാറ്ററിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു പ്രതിഭാസമാണ്. ദെൻ ഇതിനകത്തുള്ള ലാസ്റ്റ് പോർഷൻ എന്ന് പറഞ്ഞാൽ ലൈറ്റ് പൊല്യൂഷൻ ആണ്. ലൈറ്റ് പൊല്യൂഷൻ നമ്മൾ പല ടൈപ്പ് പൊല്യൂഷൻ പഠിച്ചിട്ടുണ്ടല്ലേ. നോയ്സ്, വാട്ടർ, മണ്ണിന്റെ ഉണ്ട് അല്ലേ. അങ്ങനെ പല ടൈപ്പ് പൊല്യൂഷൻസ് ഉണ്ട് എൻവയോൺമെന്റൽ. അങ്ങനെ ഇപ്പൊ പോയി ഇപ്പം കാലത്തിൽ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട പുതിയൊരു പൊല്യൂഷൻ ആണ് ലൈറ്റ് പൊല്യൂഷൻ. അതായത് ഓവറായിട്ട് നമ്മൾ ലൈറ്റിനെ യൂസ് ചെയ്ത് മൊത്തം നൈറ്റിനാണ് ആക്ച്വലി അഫക്ട് ചെയ്യുന്നത്. നൈറ്റാണ് പ്രധാനമായിട്ടും നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കുന്നത്. എല്ലാത്തിന്റെ അധികമായി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പൊ ലൈറ്റിന്റെ ഒരു അതിപ്രസരവും പ്രശ്നങ്ങളാണ്. അപ്പൊ അതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് നമ്മൾ ഈ താഴെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊക്കെ ഒരു 5-6 പോയിന്റ് പഠിച്ചു വെച്ചിരുന്നാൽ മതി. കുറെയൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇത് പ്രശ്നം എന്ന് വെച്ചാൽ രാത്രി ജീവിക്കുന്ന ജീവികളൊക്കെ ഉണ്ട്, രാത്രി ഇര പിടിക്കുന്ന ജീവികളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ജീവികൾക്ക് ഇത്തരം ഒരുപാട് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റില്ല. കാണിച്ചിരിക്കുന്നതാണ്. അതൊക്കെ ഒരു സിറ്റിയാണ്. അത് രാത്രി സമയത്തും ഇത്രയും ഓവറായിട്ട് ലൈറ്റ് വരുമ്പോൾ അത് രാത്രി ജീവിക്കുന്ന ആ ജീവികളുടെ ജീവിതചക്രത്തെ, ലൈഫ് സൈക്കിളിനെ ബാധിക്കും. പിന്നെ നമുക്ക് സ്കൈ വിഷന് സ്കൈ വിഷൻ ഉണ്ട്. രാത്രി നമ്മൾ വാന നിരീക്ഷണം നടത്തും. അപ്പൊ അതിനൊക്കെ ഈ ഓവറായിട്ടുള്ള ലൈറ്റിങ് നല്ലതല്ല. ദെൻ മൈഗ്രേറ്റ് ചെയ്യുന്ന ബേർഡ്സ്, അതായത് ദേശാടന പക്ഷികൾക്ക് അവർ ഈ രാത്രിയും പറക്കുന്ന ടീമുകളൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് ഈ ഒരു ഡയറക്ഷൻ, അവർക്ക് വന്ന വഴിയും കാര്യങ്ങളൊക്കെ അതിനൊരു കണക്കിലാണ് അത് പോകുന്നത്. അപ്പൊ അതിനെയൊക്കെ മിസ്ലീഡ് ചെയ്യും ഈ വലിയ ഫ്ലാറ്റുകളിൽ നിന്നൊക്കെ ഉള്ള ലൈറ്റ്. ഓക്കെ, അതിന്റെയൊക്കെ വഴി തെറ്റിക്കാനായിട്ട് ഈ ഒരു വലിയ ലൈറ്റ് പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമ്മളിവിടെ കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ഹൈ ബീം ലൈറ്റ്. അതായത് വാഹനങ്ങൾ രാത്രി വരുന്ന ഈ വലിയ ഭയങ്കര ഇന്റൻസിറ്റി ഉള്ള വെട്ടമാണ് ഹെഡ് ലൈറ്റ് എന്ന് വരുന്നത്. അപ്പൊ അത് നമ്മൾ ഹൈ ബീം എന്നാണ് പറയുന്നത്. ഈ ഹൈ ബീം നമുക്ക് എതിരെ വരുന്ന വസ്തുക്കളെ നമുക്ക് കാണാൻ പോലും പറ്റാത്ത രീതിയിൽ അത്രയും വലിയ ലൈറ്റാണ് വരുന്നത്. അപ്പൊ അത് നമ്മളെ എതിരെ വരുന്ന ഡ്രൈവറെ വിഷനെ ബാധിക്കുകയും അതെന്ത് ഉണ്ടാകാൻ കാരണമാവുകയും ചെയ്യും? ആക്സിഡൻസ് ഉണ്ടാവാൻ കാരണമാവുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ലൈറ്റ് പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. പിന്നെ ലൈറ്റ് ഒരു എനർജിയാണ്. സോ എനർജി കൺസപ്ഷൻ നമ്മൾ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ അത് ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പൊ അതിനകത്ത് ഉള്ള ഒരു പോയിന്റ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അല്ലാതെ വേറെ പഠിക്കാനൊന്നുമില്ല. ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ അസോസിയേഷൻ ആണ് ഈ ലൈറ്റ് പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടത്. ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ അസോസിയേഷൻ ലൈറ്റ് പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഘടനയാണ്. എല്ലാ വർഷവും ഏപ്രിലുള്ള ന്യൂ മൂൺ, ചന്ദ്രൻ കർത്താവ് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ന്യൂ മൂണിന് അന്നാണ് എന്തെന്ന് പറയുന്നത് അന്ന് തൊട്ടുള്ള വീക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡാർക്ക് സ്കൈ വീക്കായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. ഇവിടെയൊന്നും അത്ര പ്രാധാന്യമുള്ള ഡേ അല്ല അത്, അറിഞ്ഞിരിക്കുക. നമ്മളിവിടെ ലൈറ്റ് പൊല്യൂഷൻ ഉള്ള നഗരങ്ങൾ കുറവാണ്. ദെൻ ഈ ഐഡിയ ഉണ്ടായത് ജെനിഫർ ബാർലോ എന്ന് പറഞ്ഞൊരു ഹൈസ്കൂൾ സ്റ്റുഡന്റ് വിർജീനിയയിലുള്ളതാണ്. ഓക്കെ, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് അല്ല. അസോസിയേഷന്റെ പേരെന്ന് ഓർത്ത് വെച്ചേക്കുക, ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ അസോസിയേഷൻ. ഓക്കെ, ലൈറ്റ് പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട. പിന്നെ ഇതിൽ 2-4 പോയിന്റേ ഉള്ളൂ, അതൊന്ന് പഠിച്ചേക്കുക. അപ്പൊ അത്രേ ഉള്ളൂ ആ പാഠത്തിനകത്തുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഐസൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം പറഞ്ഞതും പിന്നെ സ്കാറ്ററിങ്ങും. സ്കാറ്ററിങ്ങിന്റെ ആപ്ലിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. സ്കാറ്ററിങ് ഏത് കളറിനാണ് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത്? റെഡ് കളറിനാണ് ഏറ്റവും കൂടുതൽ സ്കാറ്ററിങ് സംഭവിക്കുന്നത്. സ്കാറ്ററിങ് കുറവ് സംഭവിക്കുന്നത് വയലറ്റ് കളറിനാണ്. ഓക്കെ, നമ്മുടെ സാധാ സ്കൈയുടെ കളർ ബ്ലൂ പോലുള്ള കളറാവാൻ കാരണം എന്താണ്? സ്കാറ്ററിങ് ആണ്. അതുപോലെ സൺറൈസ് സൺസെറ്റ് സമയത്ത്
ലൈറ്റ് നമ്മുടെ ആകാശവും സണ്ണൊക്കെ റെഡായിട്ട് കാണാൻ കാരണം സ്കാറ്ററിംഗ് ആണ്. സിഗ്നൽ ലൈറ്റുകളിൽ റെഡ് ലൈറ്റ് നമ്മൾ സ്റ്റോപ്പിന് വേണ്ടി ഉപയോഗിക്കാനുള്ള കാരണവും എന്താണ്? സ്കാറ്ററിംഗ് ആണ്. കാരണം റെഡ് ലൈറ്റിന് കുറച്ച് സ്കാറ്ററിംഗ് സംഭവിക്കൂ, ഏത് ലൈറ്റിന് കൂടുതൽ സംഭവിക്കും? വയലറ്റ്, ഇൻഡിഗോ പോലുള്ള വേവ് ലെങ്ത് കുറഞ്ഞ ലൈറ്റുകൾക്ക് പെട്ടെന്ന് സ്കാറ്ററിങ് സംഭവിക്കും. അത് എന്ത് ചെയ്ത് പോവും? സ്കാറ്റർ ചെയ്ത് പോവും, നമുക്ക് കണ്ണിലോട്ട് എത്തത്തില്ല. കൂടുതൽ ദൂരം സഞ്ചരിക്കുമ്പോൾ അത് ലോസ്റ്റ് ആയി പോകും സ്കാറ്റർ ചെയ്ത്. ഓക്കെ, ദെൻ പറഞ്ഞത് പാർട്ടിക്കിൾ സൈസ് കൂടുമ്പോൾ സ്കാറ്ററിങ് കൂടും. വേവ് ലെങ്തിന്, ഒരു പാർട്ടിക്കിളിന് ആ വരുന്ന ലൈറ്റ് റേയുടെ വേവ് ലെങ്തിനെക്കാളും സൈസ് കൂടുതലാണെങ്കിൽ എല്ലാ കളേഴ്സും ഒരുപോലെ എന്ത് ചെയ്യും? സ്കാറ്ററിങ്. അതുകൊണ്ട് വലിയ വലിയ പാർട്ടിക്കിൾ ആണെങ്കിലും അവിടെ എന്ത് സംഭവിക്കൂല? സ്കാറ്ററിങ് സംഭവിക്കില്ല, ഒരുപോലെ എല്ലാം കൂടെ റിഫ്ലക്ട് ചെയ്ത് പോവേ ഉള്ളൂ. ഇപ്പൊ സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞത്? ഇറഗുലർ ആയിട്ടുള്ള, പാർഷ്യലും ആയിട്ടുള്ള റിഫ്ലക്ഷൻ ആണ്. എങ്ങനെ? പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം, മാധ്യമത്തിലെ പാർട്ടിക്കിൾ കാരണമാണ് അതുണ്ടാവുന്നത്. അത് കാരണം ലൈറ്റിന്റെ ഡയറക്ഷൻ ചേഞ്ച് ആയി പോകും. ദെൻ അതിനു മുമ്പ് നമ്മൾ പഠിച്ച പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ ആണ്. എത്ര സെക്കൻഡ് ആണ് കണ്ണിൽ നിൽക്കുന്ന ഒരു ഇമേജ്? 16 സെക്കൻഡ് നമ്മുടെ കണ്ണിൽ നിൽക്കും. അത് നമ്മൾ വിളിക്കുന്ന പേരാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. എക്സാമ്പിൾ പറഞ്ഞു, ഞാൻ ഫാനിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ദെൻ ടോർച്ച് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ നല്ല സ്പീഡിൽ കറങ്ങി കഴിഞ്ഞാൽ അതൊരു സർക്കിൾ ആയിട്ട് നമുക്ക് തോന്നും. ദെൻ വർണ്ണപമ്പരത്തിന്റെ കാര്യം പറഞ്ഞു, ന്യൂട്ടന്റെ. ദെൻ റീകോമ്പിനേഷൻ ഓഫ് കളേഴ്സ് പറഞ്ഞപ്പോഴാണ് ഇതൊക്കെ പറഞ്ഞത്. റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകീർണനം കാരണം സ്പ്ലിറ്റ് ആയി പോയ കളേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് റീകമ്പൈൻ ചെയ്യാൻ പറ്റും. ഡിസ്പേഴ്സൺ കാരണം സ്പ്ലിറ്റ് ആയ കളേഴ്സ് റീകമ്പൈൻ ചെയ്ത് പഴയ പോലെ ആക്കാനായിട്ട് പറ്റും. ദെൻ റെയിൻബോയുടെ കാര്യം പറഞ്ഞു. വീഡിയോയുടെ കാര്യം ഞാൻ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് നോക്കണേ, അത് ചിലപ്പോൾ അതിനകത്ത് ഒരു വീഡിയോ ആണ്. ദെൻ വേവ് ലെങ്ത് ഏറ്റവും കുറഞ്ഞത് അറിയാം, വയലറ്റ് ആണ്. കൂടുതൽ റെഡ് ആണ്. ഇത് ഏതിന്റെ ഓർഡർ ആണ്? വേവ് ലെങ്ത് കുറഞ്ഞെന്ന് കൂടുതലോട്ട് പോകണ എന്റെ ഓർഡർ ആണ്. ദെൻ നമ്മൾ കാണുന്ന ആ 7 കളേഴ്സിനെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ വിസിബിൾ സ്പെക്ട്രം എന്ന് പറയുന്നത്. സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അറേഞ്ച്മെന്റ് എന്നേ അർത്ഥമുള്ളൂ. അറേ എന്ന് പറഞ്ഞാൽ കൂട്ടം. ഓക്കെ, ദെൻ ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ നടക്കുന്നത് വേവ് ലെങ്ത് കുറഞ്ഞതിനാണ്. വേവ് ലെങ്ത് കൂടിയതിന് ഡീവിയേഷൻ കുറവായിരിക്കും. ഇപ്പൊ റെഡിനാണ് ഡീവിയേഷൻ കുറവ്, അതുകൊണ്ട് വേവ് ലെങ്ത് കൂടുതലാണെന്ന് മനസ്സിലാക്കുക. വേവ് ലെങ്ത് കുറഞ്ഞ വയലറ്റിനാണ് ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ എന്ന് ഓർത്തേക്കുക. ദെൻ ഡൊണേഷൻ ഓഫ് കോർണിയ പറഞ്ഞു. 3 തരം അസുഖങ്ങൾ പറഞ്ഞു. അതൊക്കെയാണ് പ്രസ്ബയോപ്പിയ, ഹൈപ്പർമെട്രോപ്പിയ, മയോപ്പിയ. പ്രസ്ബയോപ്പിയക്ക് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? സീലിയറി മസിൽസ് എന്ത് ചെയ്യും? അതിന്റെ പ്രായമാകുമ്പോൾ അതിന്റെ കഴിവ് കുറഞ്ഞ് സീലിയറി മസിൽസിന് പവർ ഓഫ് അക്കോമഡേഷൻ നിയന്ത്രിക്കാനുള്ള കഴിവ് കുറയുകയും ദെൻ 25 സെന്റിമീറ്ററിനെക്കാളും കൂടുതൽ നിയർ പോയിന്റ് വരികയും അത് അസുഖത്തിന് കാരണമാവുകയും ചെയ്യും. പ്രസ്ബയോപ്പിയ ഏതുകൊണ്ട് പരിഹരിക്കാം? കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പ്രസ്ബയോപ്പിയ പരിഹരിക്കാം. കോൺവെക്സ് ലെൻസ്. ദെൻ പവർ ഓഫ് എ ലെൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? പവർ എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഫോക്കൽ ലെങ്തിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. അത് മീറ്ററിലായിരിക്കണം. ദെൻ കോൺവെക്സ് ലെൻസിന്റെ പവർ പോസിറ്റീവും കോൺകേവ് ഇതായി കാണിച്ചേക്കുന്ന കോൺകേവ് ലെൻസിന്റെ പവർ നെഗറ്റീവും ആയിരിക്കും. കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാൻ പറ്റുന്ന അസുഖമാണ് മയോപ്പിയ. മയോപ്പിയക്ക് കാരണം നേത്രഗോളത്തിന്റെ നീളം എന്ത് ചെയ്യും? ഐബോളിന്റെ നീളം, ലെങ്ത്, സൈസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും കുറവായിരിക്കും? സൈസ് കൂടുതലായിരിക്കും. ദെൻ അതുകൊണ്ട് തന്നെ റെറ്റിനയുടെ മുമ്പിൽ ഇമേജ് പതിക്കും. സോ അത് എങ്ങനെ ഏതിനെ കാണാൻ പറ്റില്ല. മയോപ്പിയ ഹ്രസ്വദൃഷ്ടിയാണെങ്കിൽ അടുത്തുള്ളതിനെ കാണാം, ദൂരെയുള്ളതിനെ കാണാൻ പറ്റില്ല. ദൂരെയുള്ളതിന്റെ കാര്യമാണ് ഈ പറയുന്നത്. ഓക്കെ, ഹൈപ്പർമെട്രോപ്പി ആകുമ്പോൾ ദൂരെയുള്ളതിനെ കാണാൻ പറ്റും, അടുത്തുള്ളതിനെ കാണാൻ പറ്റൂല. അവിടെ ഇമേജ് എവിടെ വരും? ഐബോളിന്റെ പിറകിൽ വരും, അല്ലെങ്കിൽ റെറ്റിനയുടെ പിറകിൽ വരും. കാരണം ഐബോളിന്റെ സൈസ് കുറവാണ്. ഏത് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാം? കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാം. കോൺവെക്സ് ലെൻസ് വേറെ എവിടെ ഉപയോഗിച്ചു? പ്രസ്ബയോപ്പിയക്ക് ഉപയോഗിച്ചു. ദെൻ പവർ ഓഫ് അക്കോമഡേഷൻ എന്താണ്? സീലിയറി മസിൽസ് ഉപയോഗിച്ച് ലെൻസിന്റെ കർവേച്ചർ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഒബ്ജക്റ്റിന് എവിടെയാണോ ഉള്ളത് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇമേജ് റെറ്റിനയിൽ ഫോം ചെയ്തെടുക്കാൻ പറ്റും. ആ ഒരു കഴിവിനെ, കണ്ണിന്റെ ആ കഴിവിനെ വിളിക്കുന്ന പേരാണ് പവർ ഓഫ് അക്കോമഡേഷൻ. ദെൻ പറഞ്ഞത് നിയർ പോയിന്റ് 25 സെന്റിമീറ്റർ ആണ്, ഫാർ പോയിന്റ് ഇൻഫിനിറ്റി ആണ്. ഏറ്റവും അടുത്ത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന പോയിന്റ് ആണ് നിയർ പോയിന്റ്. ആ ദൂരത്തിന് നമ്മൾ ഒറ്റ വാക്ക് പറയുന്നതാണ് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ. ദെൻ ഫാർ പോയിന്റ് എന്ന് പറഞ്ഞാൽ കണ്ണിൽ നിന്ന് ഏറ്റവും അകലെയുള്ള പോയിന്റ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത് അതേതാണ്? ഇൻഫിനിറ്റി ആണ്. ഓക്കെ, മയോപ്പിയയും
മയോപ്പിയ ഉള്ളവർക്ക് ബാർ പോയിന്റ് ഇൻഫിനിറ്റി ആയിരിക്കില്ല. ഹൈപ്പർമെട്രോപ്പിയും പ്രസ്ബയോപ്പിയും ഉള്ളവർക്ക് നിയർ പോയിന്റ് 25 സെന്റിമീറ്ററും ആയിരിക്കില്ല. പിന്നെ ഐയുടെ ഒരു ഫിഗർ പറഞ്ഞു. അപ്പൊ അത്രയൊക്കെയാണ് ഈ ചാപ്റ്റർ. നന്നായിട്ട് വായിച്ച് പഠിച്ച് എൻ്റെ എക്സസൈസും ചെയ്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സാർ അറിയിക്കുക. നമുക്ക് ഓൺലൈൻ വരുമ്പോൾ പരിഹരിക്കാം. ഓക്കെ, താങ്ക് യു.